ഹലോ ഹായ് നമസ്കാരം. ഞങ്ങളുടെ ഒരു സൺഡേ ഈവനിങ്ങിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഉഴുന്ന് വട ഉണ്ടാക്കാനാണ്. ഉഴുന്ന് വടയല്ല, തുളിയില്ലാത്ത ഉഴുന്ന് വടയാണ് എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്പൂണിൽ ഇങ്ങനെ കോരി വെച്ച് ബോൾ ഷേപ്പുള്ള ഉഴുന്ന് വടയാണ് പൊന്നൂസിനാക്കി കൊടുക്കാറ്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഇന്ന് എനിക്ക് ആക്കിത്താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉഴുന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ്സോളം ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നാൽ അതിനിങ്ങനെ പൊന്തി വരുമല്ലോ. അപ്പോൾ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു. അതിലേക്ക് പച്ചമുളകും ഉള്ളി നന്നായിട്ട് മുറിച്ചതും, ഒരു ഉള്ളി എടുക്കുന്നുണ്ട്, അത് നന്നായിട്ട് മുറിച്ചതും. പിന്നെ പൊന്നുവിനോട് ഞാൻ പറഞ്ഞു നല്ല കറിവേപ്പില നോക്കി പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അടുക്കള വശത്തുള്ള കറിവേപ്പിലയിൽ നിന്നാണ് പറിക്കുന്നത്. അതുകൊണ്ട് നല്ല നാടൻ കറിവേപ്പില, നമുക്ക് വിഷമില്ലാത്ത കറിവേപ്പില തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്ത് അത്യാവശ്യം ഇതുപോലെയുള്ള എന്താ പറയേണ്ടത് കറിവേപ്പിലയൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അപ്പം ഞങ്ങളുടെ മിക്സ് റെഡി ആവുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഉപ്പ് ഇടുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം. ഈ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടോർച്ച് അടിക്കുന്നതാണ്. അപ്പോൾ അതൊന്നല്ല കേട്ടോ, നല്ല വൈകുന്നേരം വെയിലിങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് ഇങ്ങനെ അടിച്ചിറങ്ങുന്നതാണ്. നല്ല രസം, നല്ല ഇളം വെയിൽ കൊള്ളാനും നമുക്കിങ്ങനെ ആ സൂര്യനിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ നോക്കാൻ കഴിയില്ലല്ലോ. വൈകുന്നേരം നല്ല വൈബാണ് നമ്മൾ അടുക്കള വശത്ത്. അപ്പം ഇതാണ് മിക്സ്. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആയിരിക്കണം, അധികം ലൂസാവാൻ പാടില്ല, എന്നാൽ നല്ല ടൈറ്റ് ആവാനും പാടില്ല. ടൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. ചീനിച്ചട്ടി, നമ്മളിവിടെ ഈ പാത്രത്തിന് ചീനിച്ചട്ടി എന്നാണ് പറയൽ. അപ്പം അതിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ എന്താ പറയേണ്ടത്, അത് നല്ലൊരു ചീനിച്ചട്ടിയാണ്, ഐശ്വര്യമുള്ള ചീനിച്ചട്ടി. അതിലേക്ക് എന്തെല്ലോ നമ്മൾ പാചകം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് മാറ്റാണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ ആക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ഞങ്ങളുടെ അടുക്കള വശത്തേക്ക് ഇങ്ങനെ അടിക്കുന്ന വെയിൽ. അപ്പം ഞങ്ങൾ 3 പേര് മുഖത്തേക്ക് ഇങ്ങനെ വെയിൽ കാണിച്ചിട്ട് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ചായ റെഡിയായി. അതിലേക്ക് ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട്, ചായ നമ്മളെന്ന് വെച്ചാൽ അയവാട് അരിച്ച് മാറ്റി വയ്ക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ചായപ്പൊടീൻ്റെ ആ കട്ടും അതുപോലെ തന്നെ ഇത് ഒരു ടേസ്റ്റ് മാറും ചായ കുറേ സമയം വെച്ചാൽ. അപ്പോൾ നമ്മളതങ്ങനെ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചായ റെഡി ആകുമ്പോഴേക്ക് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലോട്ടേക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഇംപ്രഷൻ ബാഡായിരുന്നെങ്കിലും, കാരണം എന്ന് വെച്ചാൽ എന്നാൽ ഷേപ്പ് എനിക്ക് ഒരു റൗണ്ടിൽ ബോൾ കിട്ടിയിരുന്നില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ബാഡായിരുന്നെങ്കിലും ലാസ്റ്റ് ഇംപ്രഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ബോൾ ഷേപ്പ് തന്നെ ആയിട്ട്. ഇതൊന്നും നീളത്തിലൊക്കെ പോയി, എന്നാലും ഷേപ്പിലും നല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്ന് പറയുന്നത്. ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്ന് പറയുന്നത് പോലെ തുളയില്ലെങ്കിലും ഉഴുന്നുവടേൻ്റെ ടേസ്റ്റ് അതേപോലെ ഈ ബോളിൽ ആയാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നവരുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിളക്കെത്തിക്കാനുള്ള ടൈമായി. ആ ടൈം ആകുമ്പോഴേക്കും അമ്മ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചു. അച്ഛൻ ഈ വേഷത്തിലെന്ന് വെച്ചാൽ അടുത്തുള്ളൊരു കോട്ടത്തിൽ വിളക്കെത്തിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കത്തിച്ച് വന്ന പാടനെ വീട്ടിൽ വിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. മിന്നുസിനിപ്പം ഭയങ്കര ഭക്തിയാണ്. എവിടെ കണ്ടാലും അവൾ തോന്നും. തമ്പാച്ചിയെന്ന് ഒരു വിളിച്ചിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ കൂപ്പും. അപ്പോൾ ഇതാണ് എൻ്റെ ഉഴുന്നുവട. നല്ലോണം ഉൾഭാഗത്തൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അതേ സംഭവം തന്നെ, ഉഴുന്നുവട നമ്മൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെ തന്നെ അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അച്ഛൻ അതിൻ്റെ അകത്തുനിന്ന് മിന്നൂസിനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇഞ്ചി ഞാൻ അതുകൊണ്ട് അവോയ്ഡ് ചെയ്ത്, അവർക്ക് ഇഞ്ചി ഇഷ്ടമുണ്ടാവില്ല. ഉള്ളിയൊക്കെ പെട്ടെന്ന് ഇതാവുമല്ലോ, ഇഞ്ചി ചിലപ്പോൾ ഇങ്ങനെ കടിക്കുമ്പം പിന്നെ കഴിച്ചിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇഞ്ചി അവോയ്ഡ് ചെയ്തത്. പിന്നെ അപ്പോഴേക്കും ഇത് കാണിക്കാമെന്ന് വെച്ചാൽ വിളക്ക് വെച്ച ശേഷം നല്ല പ്രകാശം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ത് 24 മണിക്കൂർ മാറി 25 മണിക്കൂറായി എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഇങ്ങനെ ഒരു വൈബുള്ള കാലാവസ്ഥ. നല്ല രസമാണ് അടുക്കള വശത്ത് നിന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അടുക്കള വശത്ത് നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗവും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം ഞാൻ വീടൊക്കെ കാണിക്കാം, നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചട്നിയാണ്. ഉഴുന്നുവടയ്ക്ക് നമ്മൾ ചട്നിയാണ് ആക്കിയത്. അതിലേക്ക് പച്ചമുളക്, തേങ്ങ, ഉപ്പ്, തൈരും കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് കടുക് സാധാരണ ചട്നി ആക്കുന്ന പോലെ കറിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്.
അപ്പം എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഇത്രത്തോളമാണ് 2 ഉഴുന്ന്. ഇത്രത്തോളം അല്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ടെസ്റ്റർ അടിച്ചിട്ടാണ് ഇത്രത്തോളം ആയത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ 2 ഗ്ലാസ് ഉഴുന്നിന് എനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. പൊന്നൂസ് ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ ചൂടായിരുന്നു. അപ്പോൾ അവൾ അതിലിട്ട് ഇവിടെ മയോണൈസ് ഒഴിക്കുന്ന പോലെയാണ് ചട്നി അതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി അടിയായി. 7 മണിയൊക്കെ കഴിഞ്ഞതിന് 7 മണി ആയിട്ടുണ്ടാവും ഇതെല്ലാം ആക്കിയെടുക്കുക. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മീനൂസ് പാലിനോട്ട് കരഞ്ഞിട്ട് അങ്ങനെ പാൽ കൊടുക്കാൻ വിട്ട് പോയി. അതുകൊണ്ട് ലേറ്റ് ആയാലും നമ്മൾ 4 മണിക്കൊരു ചായ ഉണ്ട്, പിന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ അധികം ചായ കുടിക്കാറുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെയുണ്ട് 7 മണിയാകുമ്പോൾ ഒരു ചായ കുടി? നമ്മളധികം അങ്ങനെ 7 മണിയാകുമ്പോൾ ഒരു ചായ കുടിയുണ്ട്. അപ്പം ഞാനും കഴിക്കുമെന്ന് അമ്മ മിനുസിന് ഒരു പ്ലേറ്റിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കാലൊക്കെ നീട്ടി, ഇവൾക്ക് ഇപ്പോൾ എന്ത് ഭക്ഷണം കൊടുത്താലും അവൾ ഇങ്ങനെ കാലം നീട്ടിയിരുന്നിട്ട് അമ്മമ്മമാർ കഴിക്കുന്ന പോലെ തിന്നുക. വെറുതെ അഭിനയിക്കുന്നതാണ്, ചൂടാണെന്നും പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ എടുത്തിടും. വലിയ ചൂടൊന്നുമില്ല, ലൈറ്റൊരു ചൂടുണ്ട്, എന്നാലും അവൾ അതിന് എക്സ്പ്രഷൻ ഇടേണ്ട മാത്രം ചൂടൊന്നുമില്ല. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് എറിയും. അപ്പോൾ ഞാനതങ്ങനെ പൊട്ടിച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വൈകുന്നേരം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.